வணக்கம் மக்களே, வெல்கம் டு தி சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட அக்கா சுவாதி பிரபாகர் ஜாயின் பண்ணியிருக்காங்க. வணக்கம். வணக்கம். ஓகே, எல்லாரும் பார்ட் 1, 2, 3 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்காதவங்களுக்கு டிஸ்கிரிப்ஷன் லிங்க் கொடுத்துருங்க, போய் பாருங்க. இப்போ நம்ம பார்ட் 4க்குள்ள போயிடலாம். നിയോഗിക്കപ്പെട്ട് കവികുലോത്തമനായ പവനസുതൻ அவங்க அம்மா ஆன் பண்ணிட்டாங்களா? காலேஜில் ஒரு ஆக்ஷன் பிளாக் இருக்குன்னு நினைக்கிறேன். മാം ശ്യാമിനെ കണ്ടോ? ഞാൻ കണ്ടില്ല. അവനെ കൈ കിട്ടിയ തുന്നിക്കെട്ടാൻ പോലും ബാക്കി വെക്കണ്ട. ரீத்தி தப்பு பண்ணிட்டா. റീത്ത. ரீத்தா. വായുമാർഗെ അങ്ങനെ കുറം കണ്ടെന്ന് പറഞ്ഞ സീതാദേവി അന്വേഷിച്ചുകൊണ്ട് ലങ്കാപുരിയിൽ പ്രവേശിച്ച സമയത്തിങ്കൽ ഹനുമാൻ entering. ജനങ്ങൾക്കിടയിൽ ആ വിദ്വാൻ എന്താ കാര്യം? ഒത്തു വന്നാലൊരു സ്പർശന സുഖം അല്ലേ വാഷളാൻ? അങ്ങനെ ഹനുമാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിട്ട് മതി. ആ കഥകളിക്കാരനും കൊടുത്തേക്ക് 2 എണ്ണം. ശ്യാം എവിടെ? ഫോണിൽ വിളിച്ചിട്ട് കിട്ടണില്ല. വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിലേ വിവരം പറഞ്ഞൊരു എഴുത്തിട്. തമാശ കളാ. അവൻ ഹോട്ടലിലേക്ക് പോയി. ആ 104 കാണും. പ്ലീസ് ഒന്ന് എന്റെ കൂടെ വരുവോ? സോറി, ഇതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ എനിക്കാണ്. ഇത് കഴിയാതെ എനിക്ക് ഇവിടുന്ന് അനങ്ങാൻ പോലും പറ്റത്തില്ല. എന്താടി എന്താ പ്രശ്നം? ഇവളോട് ചോദിക്ക. മതിയായില്ലല്ലേ നിനക്ക്? போச்சு ஹோட்டல். என்ன கன்ஃபியூஷன் இருக்கு? എന്താ നന്ദു? അച്ഛൻ എവിടെ? വന്നിട്ടുണ്ട് കുറച്ച് ആളുകളായിട്ട്. അവിടെ ശ്യാമിനെ കണ്ട. എന്താ കാര്യം? പിന്നെയും കുറെ ഫോട്ടോസ് കിട്ടിയെന്ന് അമ്മ വിളിച്ചിരുന്നു. നിന്റെ തന്തയ്ക്ക് എന്താ വട്ടുണ്ടോ? നീ മാറിക്കേ. അയ്യോ വേണ്ട, ഇവിടെ ഇരുന്നാ മതി. മുമ്പിൽ ചെന്ന് പെട്ട എനിക്കറിയാം, അതുകൊണ്ടാ. ഒരു തവണ അവനെ ഞാനൊന്ന് ഒഴിഞ്ഞു വിട്ടതാ. ഒരു സേമ്പിള്. അപ്പൊ അവൻ ഒരേ വാശി, ടീച്ചറമ്മയെ ഒന്ന് കരയിപ്പിക്കണമെന്ന്. ആയിക്കോട്ടെ, പിന്നെ പിള്ളേരെ തല്ലി വളർത്തണം, ഇല്ലെങ്കിൽ നാട്ടുകാർ തല്ലി തളർത്തും. എന്റെ പൊന്നങ്ങളെ, നിങ്ങൾ കരുതുന്ന പോലെ ശ്യാമും നന്ദനും തമ്മിൽ ഒന്നുമില്ല. അവര് നല്ല ഫ്രണ്ട്സാ. നിനക്കാണ് അറിയാവുന്നത്? ഇല്ല, നിനക്കറിയാം. പറയടാ, എവിടാ അവര്? എനിക്കറിയില്ല. മിസ്റ്റർ, നിങ്ങൾ എന്തായി കാണിക്കുന്നേ? അയ്യോ മാഡം, ഞാൻ ഒന്നും കാണിച്ചില്ലല്ലോ. കാണിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. നന്ദന ഹോട്ടലിലേക്ക് പോയി, ശ്യാമിന്റെ അടുത്തേക്ക്. അത് ശരി. അപ്പൊ കാരണവന്മാരറിയാതെ പിള്ളേര് പൊറുതി തുടങ്ങി. വാടാ നന്ദു, ഈ സ്ഥലം നിന്റെ അച്ഛൻ അറിയാം. അവിടെ കണ്ടില്ലെങ്കിൽ നേരെ ഇങ്ങോട്ടേ വരൂ. ശ്യാം പ്ലീസ്. ദേ എത്തി. ലോക്കലസിയ അതാരാ? എന്റെ ഫ്രണ്ടാ. മാഡം, ഇതാരാ? ഫ്രണ്ടാ. ഒരു ഇൻഫർമേഷൻ കിട്ടി, ഈ റൂമിൽ അനാശാസ്യം നടക്കുന്നു. വരാലോ അല്ലേ? ഈ ആർഭാടൊക്കെ ഇട്ട് സ്റ്റേഷനിൽ ഇരിക്കുമ്പോ ഇങ്ങനെ ഒരു വിവരം കിട്ടിയാ വന്ന് നോക്കാതെ വയ്യല്ലോ. ആട്ടെ, ഫ്രണ്ട്സ് എവിടുന്നാ? ഞങ്ങള് സെന്റ് മേരീസ് കോളേജിലെ സ്റ്റുഡൻസ് ആണ്. ഞങ്ങളോ? ഓ, അപ്പൊ മോനാണ് ആ വീരപുരുഷൻ. 1-2 ആഴ്ചയിൽ ഇവിടെ റൂം എടുത്തിട്ട് അത് 3 എണ്ണം. കൊള്ളാം, ഒരു സ്ഥിരം സെറ്റപ്പ് നല്ലതാ. ജോസഫേ, ഇവിടൊക്കെ ഒന്ന് അരിച്ചു പെറുക്ക്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു വീഡിയോ ക്യാമറ, ഒരു കാസറ്റ്, പുതിയ ടെസ്റ്റ് അറിയാലോ. വൃത്തികേട് പറഞ്ഞോണ്ടല്ലോ. കാക്കിക്ക് മുമ്പിൽ അവന്റെ കൊണച്ച കോലുകളി. കൊച്ചിനടുത്ത് ജീപ്പിലിട്. സർ, എന്നെ എവിടെ കൊണ്ടുപോയിക്കോളൂ. ഈ കുട്ടിയെ വെറുതെ ഇവിടെ മാറി നിൽക്കണം. പോലീസിന്റെ മേലെ കൈവെക്കട ഫോന്. കൂടുതൽ പ്രസംഗിക്കൊന്നും വേണ്ട ചെറുക്ക. ഈ പ്രായം കഴിഞ്ഞ ഞാനും വന്നത്. എനിക്കറിയാം. തനിക്കൊരു കോപ്പും അറിയില്ല. പ്രായം തരുമ്പോ സകലവന്മാർക്കും ഉള്ളതാ. പുതിയ പിള്ളേരോട് ഇങ്ങനെ ഒരു ചൊറിച്ചല്. വാതിലടച്ച അനാശാസ്യം,
ഒന്ന് തൊട്ടുമുട്ടി നടന്ന അമേരിക്കൻ കൾച്ചർ ഇന്റർനെറ്റിന്റെ കുഴപ്പം. സകല നാറുകളും കൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുക ഒരു മൊറാലിറ്റി കോഡ്. എടോ, നിങ്ങളുടെയൊക്കെ ഉള്ളിലുള്ള ദുഷിപ്പു ഇക്കിളി ഭാവനയെ ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കരുത്. ഓ മതി മോനെ ഗിരിപ്രഭാഷണം. നീ മൈക്കോപ്പിടാ. മതിയായില്ലെങ്കിൽ ഇനിയും തള്ളടോ, ഞാൻ കൊണ്ടോളാം. ഏതായാലും ബുദ്ധിമുട്ടി ഇതുവരെ എത്തിച്ചല്ലേ. പിന്നെ ഞാൻ എന്താടാ വേണ്ടത്? മുറിയിൽ വന്ന് നിനക്കൊക്കെ ഗാർഡ് ഓഫ് ഓണർ നടത്തണോ? അതോ പോപ്കോണും പിസയും സെർവ് ചെയ്യണോ? അതൊന്നല്ലടാ മോനെ, നീ ഇപ്പൊ കണ്ടതാ നിയമം. ഓ, സാറപ്പ നിയമത്തിന്റെ വഴിയിലാണോ? അങ്ങനെയാണെങ്കിൽ ഒരു ആണും ആണും അല്ലെങ്കിൽ ഒരു പെണ്ണും പെണ്ണും ഒരുമിച്ചൊരു ഹോട്ടൽ മുറിയിലിരുന്ന സാറ് പ്രകൃതി വിരുദ്ധത്തിന് കേസെടുക്കും. മോനെ പഠിപ്പിക്കണോ? സർ സർ, പ്രോഗ്രാമിനുള്ള സാധനങ്ങൾ വെക്കാനും മറ്റ് ആർട്ടിസ്റ്റുകളെ താമസിപ്പിക്കാനും വേണ്ടി എടുത്താണ് റൂമുകൾ. ഞങ്ങൾ പ്രോഗ്രാമിനുള്ള കോസ്റ്റ്യൂംസ് എടുക്കാൻ വന്നതാണ് അവിടെ. ഞാൻ ആ കോളേജിലെ ചെയർമാനാണ് സർ. എന്റെ അമ്മ അവിടുത്തെ ടീച്ചറും. ഞാൻ എവിടുന്നായിരുന്നു ഇൻഫർമേഷൻ? സർ, ഒരു ടെലിഫോണിക് ഇൻഫർമേഷൻ ആയിരുന്നു. പേര് പറഞ്ഞില്ല, ഒരു സ്ത്രീ ശബ്ദമായിരുന്നു. താൻ കയറി തീരുമാനിച്ചു അനാശാസ്യമാണെന്ന്. ഈ വക ഇൻഫർമേഷൻ കിട്ടുമ്പോ മാത്രമേ ഉള്ളല്ലോ ഈ സഡൻ ആക്ഷൻ. ഈ സൂക്കേട് വേറെയാ. എടോ, പുറത്ത് ചില മഞ്ഞപ്പത്രക്കാര് വന്ന് നിപ്പുണ്ടല്ലോ. താൻ വിളിച്ചതാ? ഏയ് നോ സർ. നിങ്ങൾ വെക്കോ. അല്ല സർ, പേരും അഡ്രസ് എഴുതിയെടുത്തിട്ട്. എന്തിനാ? വീട്ടിലാർക്കെങ്കിലും കല്യാണം ആലോചിക്കാനാ? താങ്ക് യു സർ. ന്യൂസ് പേപ്പറിൽ എന്നെങ്കിലും ഒരിക്കൽ എന്റെ കൈ കിട്ടും. മുള്ളിക്കില്ല ഞാൻ 3 ദിവസം. ന്യൂസിൽ പറയാം. കത്തിക്കൊണ്ടിരുവാங்க. അയ്യോ, നീയും തന്നല്ലോടി അച്ഛന് സമ്മാനം. நீங்க சந்தேகப்பட்டு ആറടി ഈ വിവരമില്ലാത്തവനെ തോപ്പിച്ചപ്പോ എല്ലാവർക്കും സമാധാനമായല്ലോ. എടുത്തോ, നിങ്ങൾ കൊണ്ടുവയ്ക്കോ. തീയതി മുഹൂർത്തം ഒക്കെ ഇനി നിങ്ങൾ തീരുമാനിക്കേ. ഞാൻ ഒന്ന് നടത്തി തരാം. ഒരച്ഛനായി പോയില്ലേ, ഒന്നിനെയെങ്കിലും കൈപിടിച്ചു കൊടുക്കാനുള്ള കൊതി കൊണ്ട. எல்லாமே தப்பு தப்பா நடக்குது. ஃபுல்லா மிஸ் அண்டர்ஸ்டாண்டிங். എനിക്ക് പറയാൻ ഒരു ന്യായീകരണവും ഇല്ല ഫാദർ. തെറ്റുകാരി ഞാനാണല്ലോ. എന്ത് ആക്ഷൻ വേണമെങ്കിലും എടുത്തോളൂ. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, വാർത്തയെന്ന് പറഞ്ഞാൽ സത്യമെന്നല്ല അർത്ഥം. என்ன சொல்லுங்க? அவ சும்மா ஷேர் பண்ண அவங்களுக்காக. ഒരു വിഷമവും ഇല്ല അഞ്ജലി, സന്തോഷമുള്ളൂ. സ്വന്തം മോനെ വളർത്താൻ അറിയാത്ത ഞാൻ ഇനി പിള്ളേരെ എന്ത് പഠിപ്പിക്കാനാ? ഒരു പ്രായശ്ചിത്തമാവട്ടെ ഈ റെസിഗ്നേഷൻ. ഫോട്ടോ ഉണ്ടടി, ഫോട്ടോ ഉണ്ടടി മക്കളെ, ഒന്ന് നോക്കട്ടെടി. എന്റെ മക്കളെ ഒന്നും ഇല്ലെങ്കിൽ 2 നേരം വെച്ച് വിളമ്പി തരുന്നതല്ലേ. അയ്യേ, ഇത് മുഴുവൻ തുണി കൊടുത്ത ഫോട്ടോകളാണല്ലോ മക്കളെ. കാണടി കാണ്. നിന്റെയൊക്കെ ഫോട്ടോ ഇതുപോലെ അച്ചടിച്ച് വരണെങ്കിലേ ആരെങ്കിലും ഒക്കെ തല്ലി കൊല്ലണം. 3 ആളും ഒരുപോലെ കഴിഞ്ഞിരുന്നതാ. അനുഭവയോഗം ആ കൊച്ചിനേ ഉള്ളൂ. അല്ല, പിടിച്ചതോണ്ട് ഇതറിഞ്ഞേ. പറിച്ചെടുക്കും ഞാൻ നിന്റെ പിഴച്ചു നാക്ക്. വരട്ട മുതുക്കി. എന്താടി കണ്ടു മതിയില്ലേ? ആഘോഷിക്കുന്നൊക്കെ മതി. വാ വരാൻ. இனி பிரீத்தாவை நல்லா வேணாக்க பத்தியா? பிரீத்தாவை ചുമ്മാ കണാകുണാ പറഞ്ഞ് നേരം കളയാതെ ഒരു തീരുമാനം പറ ടീച്ചറെ. ഇന്നെങ്കിൽ ഇന്ന് റെയ്ഷാറെ വേണമെങ്കിൽ ഇവിടെ വരുത്താം. നിങ്ങൾ എന്ത് അസംബന്ധമായി പറയുന്നേ? ഇവിടുത്തെ സ്റ്റുഡൻസ് എന്ന നിലയ്ക്ക് എനിക്ക് ചെയ്യാവുന്നത് മിസ്കണ്ടക്ടിന് നടപടിയെടുക്കാം. സസ്പെൻഷനോ ഡിസ്മിസിലോ, അല്ലാതെ വിവാഹം നടത്തലല്ല. വേണേൽ അങ്ങനെ ചരിത്രം സൃഷ്ടിക്കാലോ. ബഹുലയ, പിള്ളേര് തമ്മിൽ പ്രേമമാണെന്ന് നിങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ച് വാളും വട്ടകയും എടുത്ത് തല്ലാനും കൊല്ലാനും ഇറങ്ങിയില്ലേ? അതിനു മുമ്പ് സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കണമായിരുന്നു. ഈ നിമിഷം വരെ ശ്യാമിനും നന്ദനയ്ക്കും എന്താണ് പറയാനുള്ളതെന്ന് നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചോ? ഒരു പെൺകുട്ടിയാണ് പോലീസിൽ ഇൻഫോം ചെയ്തതെന്ന് അറിഞ്ഞു. അതാരാണ്? ഇവന്റെ അമ്മയാ ഞാൻ. ഒരു കാര്യം ഉറപ്പ്, എന്റെ മകൻ കാരണം ഈ പെൺകുട്ടിയുടെ ജീവിതം തകരില്ല. മാരേജ് എങ്കിൽ മാരേജ്, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. മുഹൂർത്തവും തീയതിയൊക്കെ തീരുമാനിക്കുന്നതിന് മുൻപ് എല്ലാവരും ഇതൊന്ന് കണ്ടോളൂ. പ്രീതിയുടെ ലാപ്ടോപ്പാ. റിഹേഴ്സലിനിടയ്ക്ക് ഫോട്ടോ എടുത്ത് അങ്കിളിന് അയച്ചതും പോലീസിനെ ഇൻഫോം ചെയ്തും എല്ലാം അവളാ.
രക്ഷകർത്താക്കൾക്ക് ഇനി എന്താ പറയാനുള്ളത്? ഇവിടെ ഒരു ആൺകുട്ടി വന്നതല്ല പ്രശ്നമെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായോ? ആണായാലും പെണ്ണായാലും സ്വന്തം മക്കളിൽ വിശ്വാസം വേണം. അപ്പൊ തെറ്റിദ്ധാരണയും തീർത്ത് എല്ലാരും കൈയടിച്ചു പിരിയാൻ പോവുക. എന്റെ മോളെ ഞാൻ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? വല്ല പൊട്ടക്കിണറ്റിലും തള്ളിയിട്ട് കൊല്ലണോ? ദേ, ചത്തുപോയ എന്റെ അമ്മച്ചാണ് സത്യം. കൈയൊഴിയാൻ നോക്കിയാൽ നിന്റെ കൈ ഒടിച്ചിട്ടാണെങ്കിലും എന്റെ മോളെ ഞാൻ കെട്ടിക്കും. നിന്നെക്കൊണ്ട്. അതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെങ്കിലേ. കാരണം അതിനാദ്യം ഇവന്റെ ഭാര്യയെ ഡൈവോഴ്സ് ചെയ്യണം. അതായത് അങ്കിളിന്റെ മകളെ. இப்ப ஏற்கனவே ஓடி போயிட்டாங்களா? അങ്ങനെ ഇവൻ അങ്കിളിന്റെ മോളെ ഡൈവോഴ്സ് ചെയ്യണമെങ്കിൽ അതിനാദ്യം ഇവന്റെ കൈയും കാലും തല്ലിയൊടിച്ച് ഇവനെ കൊണ്ട് ഒപ്പിടിക്കണം. ഇനി അതാണ് തീരുമാനമെങ്കിലോ ഞങ്ങൾക്ക് കൈയും കെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ. രഞ്ജു, ഇവളുടെ അച്ഛനാണ് നിന്റെ അമ്മായച്ചനാണെന്നൊന്നും ഞാൻ നോക്കില്ല. இப்பதானடா அடிச்சு கல்யாணம் பண்ண வேண்டாரு. இப்ப மறுபடியும் என்னடா ஃபீல் பண்றாரு ஆள் മാറുന്നதுക്കാ? അത് രജിസ്റ്റർ റൂമിൽ ഒപ്പിട്ടെന്നേ ഉള്ളൂ. അപ്പോഴവള് പറഞ്ഞത് കൂടെ വരണമെങ്കിൽ അച്ഛൻ കൈ പിടിച്ച് തരണമെന്ന്. ഒന്നച്ഛന്റെ കാലിൽ വീഴ. നിന്നോട് ഇനി പ്രത്യേകിച്ച് പറയണോ? കല വീഴടാ. മക്കളെ, നിനക്ക് വല്ല വേലയും പണിയൊക്കെ ഉണ്ടോ? പിന്നെ ഇവൻ നല്ല ഒന്നാം തരം ഡിസൈനർ അല്ലേ? പിന്നെ ഡിവാൾഡി. അപ്പൊ നീ ആയിരുന്നു ഇതിന്റെ മൂന്നാൻ. ஆக்சுவல் டிசைனர் தான். நான் கூட போய் சொல்லிட்டு வரேன் நினைச்சா அது. சீன் போடுறாங்க. அங்க பாத்தியா? இப்ப நானும் அழுவு கத்துக்கிறேன்டா. யூஸ்ஃபுல்லா இருக்கும் போல. ஆகாசத்து அழுவுலண்டி போற டீம் அழுதுகிறேன். இப்ப பாத்தியா அவன் அந்த டிகிரி யூஸ் பண்ணு. அதான் താങ്ക്സ്. ശരിക്ക് വോൾട്ടേജ് പോരല്ലോ. റേഡിയം പിടിച്ച അനാശാസ്യക്കാരന്റെ ചിരിക്ക് ഇത്ര വോൾട്ടേജ് അല്ലേ ഉണ്ടാവും? ഓ, എല്ലാവരും തെറ്റിദ്ധരിച്ചതിന്റെ വിഷമം അല്ലേ? ആ, അതുപോട്ടെ. എന്താ നമ്മുടെ അടുത്ത പരിപാടി? അടുത്ത പരിപാടി നാടകം. അത് കഴിഞ്ഞ സമ്മാനദാനം. അല്ല, അതിനു മുമ്പ് നമ്മൾ തമ്മിലുള്ള നാടകം അവസാനിപ്പിക്കണ്ടേ? അതൊരു പൊളിഞ്ഞ നാടകമല്ലേ? പകുതിക്ക് വെച്ച് കേട്ടിനിടുകയും ചെയ്തു. ഇനി അതൊക്കെ നമ്മൾ ഒരു ഏറ്റുപറച്ചിലും പൊരുത്തപ്പെടലും ഒന്നും ഇനി വേണ്ട. അതിന്റെ സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു. ഇതുവരെ വിശ്വസിച്ചില്ലേ ഞാനാ ഇതെല്ലാം ചെയ്തെന്ന്? മതി. എന്നെ മനസ്സിലാക്കാൻ പറ്റില്ലെന്ന് ശ്യാം തെളിയിച്ചു. ഒന്നുകൂടി പരീക്ഷിച്ചു തോൽക്കാൻ എനിക്ക് വയ്യ. மேனுவலுக்கு கூட டெஸ்ட் வைக்கல. அன்ஃபேர். മാനുവല സെലക്ടേ பண்ணல. വീണ്ടും വിചാരങ്ങളുടെ ഈ രാത്രി രമണനും ചന്ദ്രികയും പിരിയുകയായി. என்னடா റിയാലിറ്റി? ആ, രമണൻ വരട്ടെ. ശ്യാമിനെ വിളിക്ക്. രമണൻ എവിടെ? ഏത് രമണൻ? ശ്യാം എവിടെയെന്ന്? ആ, ശ്യാം. എനിക്കറിയില്ല എവിടെയാണ്. പോയി നോക്കണം. ഇവർ എന്നടാ ടോൺ പേசுறாரு? ഇപ്പൊ വരും. എപ്പോ വരും എനിക്കറിയില്ല. ഇപ്പൊ വരും. അനശ്വര പ്രണയത്തിന്റെ ആനന്ദ തുന്തിലമായ നാളുകൾ അയവിറക്കി രമണനെ കണ്ട് വിട പറയാൻ ചന്ദ്രിക കാത്തു നിൽക്കുകയാണ്. രമണൻ എങ്ങും പോയിട്ടില്ല. ഈ പരിസരത്ത് തന്നെയുണ്ട്. കാരണം കുറച്ചും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. പോയി നോക്കണം. നുറുങ്ങുന്ന വേദന അങ്ങ് അകലെ നിന്ന് അവന് വ്യക്തമായി കേൾക്കാം. இப்ப பிரிய போறான். பிரிய மாட்டாங்கன்னு நினைக்கிறேன். சேர்ந்துருவாங்க. മോഹിനിയാട്ടി ഞങ്ങളുടെ രമണനെ കണ്ടോ? ഒന്ന് പോടോ. പോടോ. കുപ്പി അടിച്ച് നമ്മുടെ രമണൻ വെള്ളം അടിച്ചിട്ട് രമണോ? രമണ, എങ്കിലും ചന്ദ്രിക നിന്നെ അവിടെ കാത്തിരിക്കുന്നുണ്ടോ രമണ? ഹലോ മിസ്റ്റർ രമണൻ. ഞാനല്ലേ രമണൻ, നീയല്ലേ രമണൻ? എഴുന്നേക്കടാ. എടുത്തോ. ഇതിലൊന്നുമില്ലല്ലോ. പിന്നെ എന്താണ് ഫുൾ എടുക്കണത്? ഫുള്ളല്ല, ഫ്ലൂട്ട്. ഓ, പുല്ലാങ്കുഴൽ. ഓ, തുടങ്ങിയ ഇപ്പൊ ശരിയാക്കി തരാം. ഇവിടെയല്ലേ സ്റ്റേജ്? മാർഗം കൽക്കരി. ഇതിലെ സ്റ്റേജിലേക്ക് പോകാൻ വല്ല മാർഗമുണ്ടോ? അവന്റെ ചന്ദ്രികയെ ഒരുപാട് നേരം കാത്തിരിപ്പിന്റെ വിരഹ ദുഃഖം അനുഭവിക്കാൻ അവൻ അനുവദിക്കുകയില്ല. ഹലോ, ഒന്ന് മാറുക ചേട്ടാ. വരുന്നു. പ്ലീസ് വെയിറ്റ് മിസ്റ്റർ ചന്ദ്രിക.
ചന്ദ്രിക എത്തിപ്പോയി, രമണൻ എത്തിപ്പോയി. തന്റെ പ്രാണപ്രിയയെ നഷ്ടപ്പെടുമെന്ന് ഏതോ sixth sense കൊണ്ട് മനസ്സിലാക്കി അവൻ വരികയാണ്. ആ ഹൃദയവേദന കൊണ്ടാവും ആ കാലുകൾ ഇടറുന്നത്. കേട്ടാ ഡയലോഗ് പറ. ആ തകർന്ന മുരളിക്ക് തരൂ. പറ. ആ തകർന്ന മുരളി ഇങ്ങ് തരൂ. ഇല്ലെങ്കിൽ അയ്യോ ഞാൻ സൂക്ഷിച്ചു കൊള്ളാം. ഞാൻ സൂക്ഷിച്ചു കൊള്ളാം. നീ സൂക്ഷിക്കണം. അല്ലെങ്കിലും പ്രേമം പൊളിച്ച് ഗുഡ് ബൈ പറയാൻ നേരത്ത് നിന്നെ പോലെയുള്ള സകല അവളുമാരും സൂക്ഷിച്ചോളണം. എല്ലാം കണ്ടിന്യൂ. എന്റെ സൗഹൃദത്തെ നീ പ്രണയമായി കണ്ടു. അത് നിന്റെ തെറ്റ്. അല്ല, നിന്റെ അത് തെറ്റ്. നിന്റെ തെറ്റ്. നിന്റെ പ്രണയം നീ സൗഹൃദമായി നടിച്ചു. അതിന് നിനക്കുള്ള ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് തരാനാടി ഞാൻ വന്നിരിക്കുന്നത്. ആത്മബലി കൊണ്ട് നീ എന്നെ ശിക്ഷിക്കരുത്. ആത്മബലി കൊണ്ടല്ലടാ, ചാട്ടവാറ് കൊണ്ട് വേണോ ഇവളെ ശിക്ഷിക്കാൻ. എടി ചങ്ങനാശ്ശേരിക്കാരൻ മത്തായച്ചന്റെ മോള് ചന്ദ്രിക, നീ എന്നതാടി വിചാരിച്ചേ? നീ അങ്ങ് ഗുഡ് ബൈ പറഞ്ഞു പോയാ ഈ രമണൻ കെട്ടിത്തൂങ്ങി കിടന്ന് ആടുവന്നോ? അത് പണ്ട്. സൈലന്റായിട്ട് കൈയടിക്കൂ പ്ലീസ്. ഇപ്പൊ എന്റെ കഴുത്തിലൊരു കുരുക്ക് വീഴുന്നെങ്കിൽ അതിന്റെ മറ്റേ അറ്റത്ത് നീയും ഉണ്ടാവും മോളെ. വാടൻ ചന്ദ്രിക നല്ല ആക്ടിങ് നടിച്ചിട്ടല്ല. ചാവാനാണെങ്കിൽ ഒരുമിച്ച്, ജീവിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും. ആ പറയടി ചന്ദ്രിക, നിനക്ക് ജീവിക്കണോ അതോ ചാകണോ? கொன்றுவானோ எல்லாத்துக்கும் முன்னாடி வச்சு மிக்ஸ் பண்ணிருக்காரு. അയ്യോ രംഗം വഷളായി. കർട്ടനിട്ട ചവിട്ടും ഞാൻ. നീങ്ങ വന്നേ, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. അവളൊന്നും ചെയ്യരുത്. ഞാനൊന്നും ചെയ്യില്ല. എല്ലാം തീർന്നു. പക്ഷേ ഇവൾ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് പറയണം എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന്. എന്നെ സന്തോഷമായിട്ട് ജീവിക്കും. ഗുഡ് ബൈ ഇല്ല. കണ്ടോ, അവളെ കൊണ്ട് പറയാൻ പറ്റില്ല ഞാനൊരു തെറ്റ് ചെയ്തു. അതിന് ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ്, എത്ര വട്ടം വേണമെങ്കിലും. പക്ഷെ അറിയാതെ ചെയ്തു പോയൊരു തെറ്റിന്റെ പേരിൽ പ്രേമിച്ച പെണ്ണിനെ സഹോദരിയായിട്ട് കാണാൻ എനിക്ക് സൗകര്യമില്ല. നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എടീ, കാനന ചായയിൽ ആടുമേക്കാൻ ഞാൻ നിന്നെയും കൊണ്ടുപോവാണ്. தம்பி அங்கெல்லாம் போக கூடாது, ரம்மியான பேசணும். எல்லாரும் ஸ்கிரிப்ட் நினைச்சிட்டு ஓகே சொல்லலாம் வாங்க முடியாதுன்னு கிட்னாப் பண்ணிடுச்சு. இது ஓகே சொல்ற பீஸ் மாதிரி தெரியல. அதனால தூக்க முடியாது 20,000 രൂപ. ആദ്യമായിട്ടാ എന്റെ നാടകത്തിന്റെ അവസരം കിട്ടുന്നത്. தம்பி அது உங்க நாடகமே இல்ல. Nice. Coffee. Yes. I like this kind of movies. Yes, feel good. படம் பார்த்தோமா, ஜாலியா என்டர்டைன்மெண்டா இருந்துச்சா, படத்தை முடிச்சோமா, வீட்டுக்கு போனோமான்னு இருக்கலாம். அந்த மாதிரி ஒரு மூவி. இதுல வந்து பிருத்திவிராஜோட காம்போ நல்லா இருந்துச்சு. பிருத்திவிராஜும் சம்யுக்த வர்மா அவங்களோட காம்போ நல்லா இருந்துச்சு. இது வந்து அந்த 2010 அந்த டைம்ல வந்த மூவி வைப்ஸ்ல ஏதோ இருந்துச்சு. விச் வி லவ். எங்களுக்கு வந்து அந்த அந்த டைப்ஸ் ஆஃப் இது பிடிக்கும். நாங்க தமிழ் மூவிஸ்ல வந்து பிருத்திவிராஜ் நிறைய பார்த்துருக்கோம். மொழி தான் ஆக்சுவலி நம்ம ஃபேவரட். அப்புறமேட்டு ரீசெண்ட் டைம்ஸ்ல ஒரு நல்ல பயங்கரமான ரேஞ்ச் எல்லாம் இருக்கு. எனக்கு தெரிஞ்சு இந்த டைம்ல தான் ஒரு பீக் அந்த உமன் கேர்ள்ஸுக்கு ஹாட் த்ரோபா இருந்தார் அப்படின்னு சொல்லிட்டு நம்ம ஜெயா அவர்லாம் சொல்லியிருந்தாரு. அப்பதான் தெரிஞ்சது. அப்புறம் பயங்கரமா ஓடி இருப்பாங்க. செம்மையா ஓடி இருக்கும்னு நினைக்கிறேன். ஜெயசூர்யா வந்து இதுல ஒரு செகண்ட் ஃபிட்டில் தான் ப்ளே பண்ண மாதிரி இருந்துச்சு. ஒரு ஈக்குவல் மாதிரி தெரியல, ஒரு செகண்ட் ஃபிட்டில் இருந்துச்சு. அவரோட ரோலுமே அவர் நல்லா பண்ணியிருந்தாரு. இதுல வந்து ரோல் அனலைஸ் பண்ணி இப்போ அந்த மாதிரி ஆக்டிங், இந்த மாதிரி ஆக்டிங், அந்த மாதிரி படம் இல்லாம எல்லாருக்குமே ஒரு பார்ட் இருந்துச்சு. ஒரு நல்ல ஸ்டோரி லைன், ஒரு ஜாலியா எடுத்துட்டு போயிருந்தாங்க. நிறைய 2-3 கருத்துக்களும் சொல்லியிருந்தாங்க. அவங்க அப்பா வந்து பொண்ணை சந்தேகப்படாம பொண்ணுக்கு வந்து என்ன பண்ணுமோ அது பண்ணா எப்படி டிஃபரன்ஸ் அப்படிங்கிறது மேத்யூஸும் இன்னொரு அப்பா இருந்தார்ல, அதுக்குள்ள டிஃபரன்ஸை காட்டியிருந்தாங்க. ரெண்டுத்துக்கும் என்ன இது இருக்கு அப்படிங்கிறத அதுவும் நல்லபடியா சொல்லியிருந்தாங்க. மேபி அந்த டைமுக்கு தேவைப்பட்ட கருத்தா இருந்திருக்கலாம். அப்புறம் அவரு மிஸ் அண்டர்ஸ்டாண்டிங் பிருத்திவிராஜ் வந்து
ஆன் என்னதான் வந்து இருந்தாலும் ஆன் கிட்ட நீ இதை பண்ணியான்னு கேட்டிருந்தாங்கன்னா அங்கேயே ப்ராப்ளம் சால்வ் ஆயிருக்கும். ஆனும் திரும்பி வந்து அவரை ட்ரிகர் பண்ணாம ப்ராப்பரா இல்லப்பா நான் பண்ணல நீ தப்பா புரிஞ்சுக்கிட்டேன்னு சொல்லியிருந்தாலும் வேலை முடிஞ்சிருக்கும். ஸோ ஈகோ கிளாஷ் இருந்தா என்ன ஆகும், மிஸ் அண்டர்ஸ்டாண்டிங் இருந்தா என்ன ஆகும், இந்த இதோட இதெல்லாம் தான் காட்டியிருந்தாங்க. அப்புறம் பிரீத்தா, ஐயோ சாமி, ஸ்டார்டிங்ல வந்து நான் பிரீத்தா வந்து ரொம்ப நேர்மையான ஒரு படிப்ஸ் அந்த டைப்ஸ்ல இருந்தாங்களேன்னு பார்த்தேன். கடைசியில் பார்த்தா சாடிஸ்டா இருக்கிறாங்க. இதனாலதான் நான் சொன்னேன் ஐ ஹேவ் குட் ஜட்ஜ்மெண்ட் ஆஃப் பீப்புள். சரி சரி. ஆன் வந்து என்னதான் நாட்டி இதாலும் உள்ள அவங்களுக்குன்னு ஒரு பர்சனல் எத்திக்ஸ் இருந்துச்சு. அதை அவங்க பண்ணிக்கிட்டாங்க. நல்ல மூவி, பெருசா டைசெக்ட் பண்ற மாதிரி ஒன்றும் இல்லை. ஒரு நல்ல வெல் பேஸ்ட் மூவின்னு தான் சொல்லணும். எனக்கு ஒரு நல்ல ஒரு ஃபீல் கூட இருந்தது. நல்ல ஒரு மூவி பார்த்த ஒரு சாட்டிஸ்ஃபேக்ஷன் அண்ட் ரொம்ப லைட் ஹார்ட்டடா ஒரு மாதிரி படம் பார்த்து முடிச்சோடனே நம்மளே ஒரு லைட்டா ஃபீல் ஆகும்ல, அப்படி இருக்கு. ஸோ நல்லா இருந்தது. இது மாதிரி இருக்கு. பிளஸ் வந்து டயலாக் வேர்ட் பிளே செமையா இருந்தது. எனக்கு வழக்கம் போல ஏதாவது வேர்ட் பிளே இருந்தா ரொம்ப பிடிக்கும். அது வந்து சலீம் கஷ்டப்பட்டு காமெடி ஃபோர்ஸ் பண்ணாம சுச்சுவேஷனலா வரும்ல, அதனால எனக்கு வேர்ட் பிளே பிடிக்கும். அது மலையாள மூவிஸ்ல எப்பவுமே சூப்பரா ஹேண்டில் பண்ணுவாங்க. இதுல சூப்பரா இருந்துச்சு. அப்புறம் வந்து ஹீரோயின்ஸ்லாம் செம கியூட்டா இருந்தாங்க. நான் 3 ஹீரோயின் வந்து நமக்கு ரம்யா நம்பீசன் பிடிக்கும். அப்புறம் அவங்க அந்த மல்லு சிங் அவங்களும் பிடிக்கும். இவங்க ஐ திங்க் இதான் நம்ம ஃபர்ஸ்ட் படம் பாக்குறோம். இல்ல பாத்துருக்கோம். ஆனா எங்கன்னு ஞாபகம் இல்ல, நான் பாத்துருக்கோம். ஓகே, இவங்களது பிரித்வி ஆப்வியஸ்லி செம ஃபிட். எனக்கு அந்த பெட்டிகோட் போட்டு வர சீன்ல செம காமெடி ஆயிடுச்சு. நல்லா செக்க சீன். ஆமா. ஃபர்ஸ்ட் ஹாஃப்ல போனதே தெரியல, சல்லுன்னு போயிருச்சு, செம ஜாலியா போயிருச்சு. அவங்களுக்குள்ள கிளாஷஸ்லாம் அவ்வளவுதான். மேனுவல் கடைசி வரைக்கும் காணாமலே போயிட்டாப்ல இல்ல அதுல. ஓகே, ஆக்சுவலி தப்பா சொல்லிட்டேன். இது கிளாஸ்மேட்ஸ்ல வந்து குரூப் பாடி இருக்க மாட்டாரு. இந்த விக்ரம் படத்துல வந்து இதா ஒரு போலீஸ் வருவார்ல, அவரு பாடி இருப்பாரு. எனக்கு ஆள் தெரியாது, பட் ஒரு சிங்கர் பாடுவாங்க ஒரு முஸ்லிம் பொண்ணுக்காக. அந்த பாட்டு தான் அது. நீ யார சொல்றேன்னு தெரியுது அவருக்கு. எஸ், ஓகே. ரூம்ல செட் போயிருவாரு. சரி, ஓகே. தேங்க் யூ ஃபார் வாட்சிங் வித் அஸ். அடுத்த மூவில சந்திப்போம். பை பை.